അസ്സലാമു അലൈക്കും. കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാനുള്ള ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഒക്കെ ഖുർആനിക ചികിത്സാ രീതികളാണ് പറയുന്നത്. അതിനാദ്യം വേണ്ടത് ഇത് ഓതിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിക്കിട്ടണമെന്നില്ല. അതിന് ആദ്യപടി 5 നേരം ഖളാ ആവാതെ നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ നമ്മൾ ആവർത്തിക്കുന്ന ജീവിതത്തിൽ. എന്നാൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാവാനുള്ളൊരു കാര്യം പറഞ്ഞുതരാം. 2 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിനും 8 ഫാത്തിഹയും 7 ഇഖ്ലാസും ഓതി സലാം വീട്ടുക. വീണ്ടും സലാം വീട്ടിയതിന് ശേഷം ഒരു സുജൂദ് കൂടി ചെയ്യാം. അതിൽ താഴെ കൊടുക്കുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 7 തവണ ഓതണം. യാ അസീസു യാ അഫൂറു യാ റഹീമു ലാ തദറുന്നി ഫർദൻ വ അൻത ഹൈറൽ വാരിസീൻ എന്ന് നിങ്ങൾ ഓതിയതിന് ശേഷം റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്താണോ നിറവേറി കിട്ടാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് സങ്കടത്തോടെ പറയുക. ആ കാര്യം ഇൻഷാ അല്ലാഹ് നിറവേറി കിട്ടും. വേണ്ടാത്ത ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം നിറവേറാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുത്. കാരണം ഇത് ഖുർആനിക ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അപ്പോൾ ആദ്യം നിസ്കാരം ഒന്നും കളാവാതെ, നിസ്കാരം ഇല്ലാത്ത ഒരാളാണ് ഇതെടുത്ത് ചെയ്തെങ്കിൽ ഒരിക്കലും അത് ഫലവും കിട്ടില്ല. അപ്പോൾ ആ രീതിക്ക് നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നല്ല കാര്യങ്ങൾ നിറവേറാനുള്ളത് അത് നിറവേറി കിട്ടും.